മാപ്പെന്ന് കേൾക്കാനിരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. അൻവർ മാപ്പ് പറഞ്ഞു, അതിൽ ചാടിക്കടിച്ചു. ഇനി എന്തു വേണം? അൻവർ ഹാപ്പി, സതീശനും ഹാപ്പി. ഇന്നലെ രാവിലെയാണ് അൻവർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി സതീശനോട് മാപ്പ് പറഞ്ഞത്. അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നതായി സതീശൻ മറുപടിയും കൊടുത്തു. അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ലെന്നും ഒരു കാച്ചും കാച്ചി. പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സതീശൻ പറഞ്ഞു. നിയമസഭയിൽ സതീശനെതിരെ 150 കോടി കടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത് പി ശശി പറഞ്ഞിട്ടാണെന്ന് അൻവർ വെളിപ്പെടുത്തിയിരുന്നു. അതിനാണ് സതീശനോട് അൻവർ മാപ്പ് ചോദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുവാദത്തോടെയാണ് അൻവർ തെറ്റായ ആരോപണം ഉന്നയിച്ചതെന്ന് അന്നേ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ചിരിച്ചു. മുഖ്യമന്ത്രി അറിയാതെ MLAക്ക് ആരോപണം ഉന്നയിക്കാനാകില്ല, നിങ്ങളെ ഓർത്ത് കരയണോ ചിരിക്കണോ എന്നാണ് അന്ന് സതീശൻ നിയമസഭയിൽ ചോദിച്ചത്. അൻവറിന്റെ വെളിപ്പെടുത്തലോടെ അന്നത്തെ ആരോപണവും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെയും ഗൂഢാലോചനയാണെന്ന് വ്യക്തമായതായി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയതാണ്. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഉന്നതരെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതും അൻവർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അൻവറിന്റെ പിന്തുണയിൽ UDF പാർട്ടിയും ഉചിതമായ തീരുമാനമെടുക്കും. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നത് പാർട്ടി നടപടിക്രമം അനുസരിച്ച് തീരുമാനമെടുക്കും. നിലമ്പൂരിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. നിലവിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ അൻവറിന്റെ ഒരു കച്ചിത്തുരുമ്പാണ് ഈ മാപ്പ്. ഇപ്പോൾ മാപ്പ് പറഞ്ഞാൽ മുന്നണിക്കുള്ളിൽ കയറിപ്പറ്റാം. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതും ഒരടവാണ്. കാരണം നിലമ്പൂരിൽ മത്സരിച്ചാൽ വിജയിക്കില്ലെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് അൻവറിനാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറി നിൽക്കാം, ലീഗിന്റെ പിന്തുണയോടെ മത്സരിക്കാം. എങ്ങനെയുണ്ട് ബുദ്ധി? അപാര ബുദ്ധി തന്നെ. ഏതായാലും ഇനി കോൺഗ്രസിനും UDF ഒരു തീരുമാനമെടുക്കാം, അൻവറിനെ കൂട്ടാം.